എറണാകുളം പുല്ലേപ്പടിയിൽ തീപിടുത്തം. പുല്ലേപ്പടി പാലത്തിന് സമീപം ആക്രിക്കടയ്ക്കാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അതിനിടെ പുക ശ്വസിച്ച ഒരാൾ കുഴഞ്ഞു വീണു. രാംഷാ CP വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. രാംഷാ, വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. ഫയർഫോഴ്സ് തീ അണച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരാൾക്കാണ് ശാരീരിക അസ്വസ്ഥതയുണ്ടായതല്ലേ? മാധു, കൊച്ചി പുല്ലേപ്പടി പാലത്തിന് കീഴെ ആക്രിക്കടയ്ക്കാണ് തീ പടർന്നത്. ആദ്യഘട്ടത്തിൽ ഒരു ഫയർ എഞ്ചിനെത്തി തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും സമീപത്തെ മാലിന്യ കൂമ്പാരങ്ങളിലേക്ക് തീ പടർന്നതോടുകൂടി കൂടുതൽ ഫയർ എഞ്ചിനുകൾ എത്തി തീ അണയ്ക്കുകയായിരുന്നു. 4 ഫയർ എഞ്ചിനുകളാണ് ഈ പ്രദേശത്ത് എത്തിച്ചേർന്നത്, തീ അണയ്ക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നത്. അങ്ങനെ 4 ഭാഗത്തുകളിൽ നിന്നായി ഫയർ എഞ്ചിനുകൾ പ്രവർത്തിപ്പിച്ചാണ് തീ അണയ്ക്കുന്ന സാഹചര്യമുണ്ടായത്. ഇപ്പോൾ പൂർണ്ണമായും തീ അണച്ചു കഴിഞ്ഞു. എന്നാൽ വലിയൊരു അപകടമാണ് ഇപ്പോൾ ഒഴിവായിരിക്കുന്നത്. ഇതിന് തൊട്ടടുത്തായി, തീ പടർന്നതിന് തൊട്ടടുത്തായി ചേർന്ന് തന്നെ ഒരു വീടും അതോടൊപ്പം ഒരു ജെൻസ് ഹോസ്റ്റലും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഈ വീടിനകത്തുള്ള ആളുകളെ വളരെ പെട്ടെന്ന് ഇവിടെ നിന്നും ഒഴിപ്പിക്കാൻ കഴിഞ്ഞത് വലിയ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് സഹായകരമായി. അതോടൊപ്പം തന്നെ പറയാനുള്ളത്, ഈ തീ അണയ്ക്കുന്നതിനിടയിൽ വലിയ പുക ഉയരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ പുക ശ്വസിച്ച് ഒരാൾ ബോധരഹിതനായി വീഴുകയും ഇയാളെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. തീ പാലത്തിനടിയിൽ തീ പടർന്നതോടുകൂടി ട്രാഫിക് നിയന്ത്രിച്ചത് കൊണ്ട് തന്നെ വലിയ ട്രാഫിക് ബ്ലോക്കാണ് ഈ പ്രദേശങ്ങളിലാകെ അനുഭവപ്പെട്ടത്. എന്തായാലും തീ ഇപ്പോൾ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. മാധു, കൊച്ചി പുല്ലേപ്പടിയിലാണ് തീപിടുത്തം ഉണ്ടായത്. അത് ഫയർഫോഴ്സ് എത്തി അണയ്ക്കുകയും ചെയ്തു. പക്ഷേ കടുത്ത പുകയാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതേറ്റാണ് ഒരാൾക്ക് ശാരീരിക അസ്വസ്ഥതയുണ്ടായത്.